എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഏപ്രിൽ മാസത്തോടെ പരീക്ഷകൾ ആരംഭിക്കും. രജിസ്ട്രേഷൻ തുടങ്ങാൻ പോകുന്നു എന്നൊരു വിവരവും എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് FIUGP രണ്ടാം സെമിസ്റ്റർ വിദ്യാർത്ഥികളുടെ റെഗുലർ പരീക്ഷ. ഈ വർഷം മുതൽ 4 ഇയർ ഡിഗ്രിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള പോലെയല്ല, 4 ഇയർ ഡിഗ്രിക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെതായ പരീക്ഷ രജിസ്ട്രേഷനുകളിലും പരീക്ഷ നടത്തുന്നതിലും അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടത്. സാധാരണ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ റെഗുലർ പരീക്ഷകൾ വേറെയായും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വേറെയായുമാണ് നടക്കുന്നത്. അപ്പോൾ FIUGP രണ്ടാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നില്ലേ, എന്താണ് ഇത്ര വൈകുന്നത്, രജിസ്ട്രേഷൻ തുടങ്ങിയോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും ആ വിദ്യാർത്ഥികൾ കാരണം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു, രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞു. നോട്ടിഫിക്കേഷൻ ആരംഭിച്ചു സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രണ്ടാം സെമസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ കമൻറ്റ് ഇട്ടത് ഒരു ചോദ്യം തന്നെയാണ്, ഇത് FIUGP ആണോ, FIUGP കരുതൽ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ ദിവസം വിളിച്ചിരിക്കുന്നത്. അതിലെന്തില്ല, FIUGP വിദ്യാർത്ഥികളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. FIUGP വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ വേറെ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വസ്തുത. അപ്പോൾ പരീക്ഷ രജിസ്ട്രേഷൻ ഉടനെ ആരംഭിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ മറ്റ് യൂണിവേഴ്സിറ്റികളും അത് പെട്ടെന്ന് തന്നെ ചെയ്യും. കാരണം എല്ലാ യൂണിവേഴ്സിറ്റി വേറെയാണെങ്കിലും ചിലപ്പോൾ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുമെന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും യൂണിവേഴ്സിറ്റികളിൽ മാറ്റമൊന്നും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കേണ്ട. അതായത് കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡേറ്റിലും ദിവസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും എന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം നടന്നത്, രജിസ്ട്രേഷൻ നടന്നതും കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാം രജിസ്ട്രേഷൻ നടന്നത് ഒന്നിച്ചാണ്. അതുപോലെ തന്നെ പരീക്ഷ നടത്തിയതും ഒരു മാസം തന്നെയാണ്. ഡിസംബർ 30 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്നു. ഡിസംബർ 22 കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്നു. ഡിസംബർ 19 കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്നു. അതിനിടയ്ക്ക് തന്നെയായിട്ട് MG യൂണിവേഴ്സിറ്റിയും വന്നു. അപ്പോൾ റിസൾട്ട് വരെ പ്രസിദ്ധീകരിച്ചത് ഏതാണ്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിന് ഇടവേളയിൽ തന്നെയാണ്. 15 ഇല്ല, ഒരു 10 ദിവസത്തിന് ഇടവേളയിൽ തന്നെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത് കൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളത് വ്യക്തമാണ്. കാരണം നിങ്ങൾ കണ്ടതാണ്, FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ രജിസ്ട്രേഷൻ തുടങ്ങിയത് തൊട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഒരേ പ്രൊസീജിയറിലായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ ഡേറ്റിൽ ചെറിയ വ്യത്യാസം വന്നു എന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള വേരിയേഷൻ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് സെക്കൻഡ് സെമസ്റ്റർ എക്സാമും. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഈ ആഴ്ചയോടെ അല്ലെങ്കിൽ വരുന്ന ആഴ്ച തന്നെ എന്തായാലും രജിസ്ട്രേഷൻ ആരംഭിക്കും. എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏപ്രിൽ മാസത്തിൽ തന്നെ പരീക്ഷ എന്തായാലും ഉണ്ടാവും. ഏപ്രിൽ മാസത്തിൽ തന്നെ എന്തായാലും രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടക്കും. കാരണം
ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും, വെക്കേഷൻ്റെ ടൈമായിരിക്കും. അതിനുശേഷം ജൂണിലായിരിക്കും, വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ജൂണിലായിരിക്കും എന്ത് ചെയ്യുക, പിന്നീട് ക്ലാസ്സുകൾ പുനരാരംഭിക്കുക. ക്ലാസ്സുകൾ പുനരാരംഭിക്കുക, 3ാം സെമസ്റ്ററിലേക്ക് കടക്കുക. അപ്പോൾ 1 മാസമെങ്കിലും വിദ്യാർത്ഥികൾക്ക് വെക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം, ഏപ്രിൽ മാസത്തിൽ തന്നെ പരീക്ഷാ നടപടികൾ പൂർത്തീകരിക്കും. അപ്പോൾ പരീക്ഷ ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും, പിന്നെ രജിസ്ട്രേഷൻ തുടങ്ങും. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും? രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് നിങ്ങൾ വട്ടം കറങ്ങിയിട്ടുണ്ടാകും. കാരണം FIUGPയുടെ പാറ്റേൺ ആണ്, ആദ്യമായി ചെയ്യുന്നതാണ്. എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല. അത് പരക്കം പായുകയും എന്നിട്ട് എന്ത് ചെയ്യും, ടീച്ചേഴ്സിൻ്റെ അല്ലാതെയൊക്കെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ ഓർത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട. കാരണം എന്താണ്, നിങ്ങൾ എങ്ങനെയാണോ 1ാം സെമസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ രജിസ്ട്രേഷൻ. നിങ്ങൾ എങ്ങനെയാണോ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് അതേപോലെ തന്നെ ഒരു തരത്തിലും പെട്ട വ്യത്യാസങ്ങളില്ലാതെ അതേ രീതിയിൽ തന്നെയാണ് 2ാം സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ നടപടികളും നടക്കുന്നത്. എന്തായാലും തൽക്കാലം വിദ്യാർത്ഥികൾക്ക് ഉള്ള മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഇസ് Skaria, the founder of Skaria for Tech, the career guidance. Thanks for watching. Bye.